ഗർഭിണിയാണോ? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണോ? ഓക്കാന ഛർദിയൊക്കെ ഉണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 5-ൽ 4 അമ്മമാർക്കും ഓക്കാന ഛർദി സാധാരണമാണ്. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജിഞ്ചർ ടീ അല്ലെങ്കിൽ ഇഞ്ചി ചായ ഈ സമയത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡൈജഷൻ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് വൊമിറ്റിംഗ് സെൻസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി സഹായിക്കും. നമ്മൾ കുട്ടികളായിരുന്നപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ അമ്മമാർ നമുക്ക് നാരങ്ങ മണപ്പിക്കാൻ വേണ്ടി തരുമല്ലേ. ഈ സമയത്തും അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ മണപ്പിക്കുന്നത്, നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കഴിക്കുന്ന സ്നാക്സ്, അതായത് ഇപ്പം ഡ്രൈ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്രാക്കേഴ്സോ നട്ട്സോ പോലുള്ളവ കഴിക്കുക. പിന്നെ നമ്മൾ സാധാരണയായിട്ട് കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ ജീരകം കൂടിയിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഈ ഒരു ഓക്കാനം വരുന്നതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലത്. നമ്മുടെ പ്രഗ്നൻസി ജേർണിയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു സമയത്ത് ഉണക്ക നെല്ലിക്ക കഴിക്കുന്നത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മീൽസിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഓക്കാനം തോന്നുന്ന സമയത്തോ 1-2 പീസായിട്ട് ഉണക്ക നെല്ലിക്ക കഴിക്കാം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇപ്പം കരിക്ക് വെള്ളം ആണെങ്കിലും തേങ്ങാ വെള്ളം ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മീൽസ് സ്കിപ്പ് ചെയ്യരുതെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ മീൽസ് തന്നെ നമ്മളിപ്പോൾ 3 നേരം കഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കാമെന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് വയറൊഴിയാതെ നിൽക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു കാര്യമാണ് സ്ട്രെസ്സ് കാരണം ഓക്കാന ഛർദിയും കൂടുന്നുണ്ട്. ഇപ്പം ഒരു പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഉള്ള ലൈഫ് എങ്ങനെയായിരിക്കും, കുട്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മമാരെ വളരെയധികം സ്ട്രെസ്ഫുൾ ആക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രെസ്സ് കുറയ്ക്കുക, അതാണ് നിങ്ങൾക്ക് ഈ ഓക്കാന ഛർദിയും കുറയ്ക്കാൻ വേറെ ഒരു ടിപ്പ്. ഈ സ്ട്രെസ്സ് കുറയ്ക്കുന്നത് വഴി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യവും സന്തോഷ സമാധാനം കിട്ടുന്നുണ്ട്. ഇതുവഴി കൂടെ ഈ ഓക്കാന ഛർദി നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, അരി തിളയ്ക്കുന്ന സ്മെല്ല് വരുന്നോടനെ ഓക്കാനിക്കാൻ വരിക. അതൊക്കെ ഒരു എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയുള്ള സ്മെല്ലുകളിൽ നിന്നും കൂടെ മാറി നിൽക്കുക. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ആണെങ്കിലും കിച്ചണിൽ നിന്ന് വരുന്ന സ്മെല്ലാണെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിയും കൂടെ നിൽക്കാൻ ശ്രമിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്ന വേറൊരു കാര്യമാണ് നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്നുള്ളത്. ഇപ്പം നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങി നേച്ചറുമായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്തൊക്കെ ആകുമ്പം അത് കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആക്കുന്നു, ബോഡി റിലാക്സ്ഡ് ആക്കുന്നു. ഈ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കുറച്ചും കൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓരോ അമ്മമാരുടെയും പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് ഭയങ്കര യുണീക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കുക. എങ്കിലും നിങ്ങൾക്ക് ഓക്കാന ഛർദിയും വളരെ കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിലും വെയിറ്റ് ലോസ് തോന്നുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ സമീപിക്കുക.